മാഹേന്ദ്രപുരത്തെ വീരവർമ്മ രാജകുമാരൻ ഒരു പ്രത്യേക പ്രകൃതക്കാരൻ ആയിരുന്നു. രാജോചിതം എന്ന് കരുതപ്പെടുന്ന ഇഷ്ടങ്ങളോ ശീലങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. നൃത്തം കാണുക, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മറ്റും സന്ദർശിക്കുക, വിനോദ പര്യടനം നടത്തുക, ഇതൊന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടം തെരുവുകളിലൂടെ നടക്കാനും സാധാരണക്കാരെയും ദരിദ്രരെയും ഭിക്ഷക്കാരെയും കാണാനും അവരോട് സംസാരിക്കാനും സഹായിക്കാനുമായിരുന്നു. രാജകുടുംബത്തിൻ്റെ അന്തസ്സിന് ഹാനികരമായ ഈ ജീവിതശൈലി ഉപേക്ഷിക്കണം എന്ന് ബന്ധുക്കളും രാജാവും പലതവണ ഉപദേശിച്ചിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ രാജകോപം അതിരു കടന്നു. ഇത്തരം ഒരുത്തൻ ഇല്ലാതിരിക്കുന്നതാണ് മാനം എന്ന് അദ്ദേഹത്തിന് തോന്നി. ഭടന്മാരെ വിളിച്ച് രാജകുമാരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് കഴിവിലേറ്റാൻ കൽപ്പന കൊടുത്തു. രാജസന്നിധിയിൽ വെച്ച് തന്നെയാണ് കുമാരനെ തൂക്കിക്കൊല്ലാൻ ഒരുങ്ങിയത്. അപ്പോൾ കുമാരൻ അച്ഛൻ്റെ കാൽക്കൽ വീണ് 3 മണിക്കൂർ സമയം തനിക്ക് നൽകണം എന്ന് അപേക്ഷിച്ചു. രാജാവ് അത് അനുവദിച്ചു. രാജകുമാരൻ നേരെ പോയത് വെള്ളിയും സ്വർണവും പണിയുന്ന ഒരു തട്ടാൻ്റെ അടുത്തേക്കായിരുന്നു. അയാളോട് എത്രയും പെട്ടെന്ന് 3 പെട്ടികൾ ഉണ്ടാക്കിത്തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1 സ്വർണപ്പെട്ടി, മറ്റൊന്ന് വെള്ളിപ്പെട്ടി. 3-മത്തെ പെട്ടിക്ക് വേണ്ടി ഒരു വലിയ മരക്കഷ്ണം നടുവേ പിളർന്ന് ഒരു ഭാഗത്തെ തടി ചുരണ്ടിക്കളയണം. അത് മരത്തൊട്ടി പോലെയാക്കി അടുപ്പും പൂട്ടും ഉറപ്പിച്ചാൽ മതി എന്നും പറഞ്ഞു. തട്ടാൻ വേഗം തന്നെ 3 പെട്ടികൾ തയ്യാറാക്കി കുമാരൻ ആവശ്യപ്പെട്ടതുപോലെ കഴുമര ചുവട്ടിൽ എത്തിച്ചു. രാജാവും പ്രഭുക്കന്മാരും എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു. രാജകുമാരൻ പെട്ടികൾ തുറന്ന് അവരെ കാണിച്ചു. സ്വർണപ്പെട്ടിയിൽ ധാരാളം സ്വർണവും വെള്ളിപ്പെട്ടിയിൽ വെള്ളിയും നിറച്ചിരുന്നു. തടിപ്പെട്ടിക്കകത്തും പുറത്തും നിറയെ ചെളിയും. അത് അവരെ കാണിച്ചിട്ട് കുമാരൻ ഒരു തവണ കൂടി പെട്ടികൾ തുറന്നു. പിന്നെ ഉറക്കെ അടച്ച് പൂട്ടി. രാജാവിൻ്റെ കോപം വർദ്ധിച്ചു. അദ്ദേഹം രാജകുമാരനോട് ഗർജിച്ചു. എന്താണ് നിന്റെ ഈ പുതിയ ധിക്കാരത്തിൻ്റെ അർത്ഥം? രാജകുമാരൻ വിനയപൂർവ്വം പറഞ്ഞു. എൻ്റെ അച്ഛനും രാജാവുമായ മഹാത്മാവേ, അങ്ങും ഈ പ്രഭുക്കന്മാരും ഈ പെട്ടികൾ ഒരിക്കൽ കൂടി പരിശോധിച്ച് വിലയിരുത്തണം. അവയ്ക്ക് എന്ത് മൂല്യമുണ്ട് എന്നും പറയണം. പ്രഭുക്കന്മാർ വെള്ളിപ്പെട്ടിക്ക് ഒരു വലിയ വിലയും സ്വർണപ്പെട്ടിക്ക് അതിലും വലിയ ഒരു വിലയും നിർണയിച്ചു. എന്നാൽ തടിപ്പെട്ടിയിൽ നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. രാജകുമാരൻ പറഞ്ഞു, ഇനിയും നിങ്ങൾ ദയവായി ആ പെട്ടികൾ തുറന്ന് അവയ്ക്കുള്ളിൽ എന്താണുള്ളതെന്ന് നോക്കണം. പ്രഭുക്കന്മാർ പെട്ടികൾ തുറന്നു. സ്വർണപ്പെട്ടിയിൽ നിറയെ പാമ്പും തവളയും ചപ്പും ചവറും എല്ലാത്തരം വൃത്തികേടുകളുമായിരുന്നു. വെള്ളിപ്പെട്ടിയിൽ നോക്കിയപ്പോഴും അവയൊക്കെ തന്നെ. അവർ 3-മത്തെ തടിപ്പെട്ടി തുറന്നു നോക്കി. അതിൽ മനോഹരമായ ഒരു പുതിയ ലോകം തന്നെയാണ് അവർ കണ്ടത്. ഇലകളും കായ്കളും വളരുന്ന മരങ്ങൾ, അവയിൽ നിന്നും ഉയരുന്ന സുഗന്ധം, വൃക്ഷങ്ങൾക്ക് നടുവിൽ സുന്ദരമായ ഒരു ചെറിയ ദേവാലയം, തൊട്ടടുത്ത് ഒരു ഫലവൃക്ഷത്തിൻ്റെ തോട്ടം. രാജാവിന് കാര്യങ്ങൾ മനസ്സിലായി. പുറം മോടിയിലല്ല കാര്യം. സുന്ദരമെന്നും കുലീനമെന്നും പുറമേ തോന്നിക്കുന്നതിനുള്ളിൽ തിന്മയും വൃത്തികേടുമായി കൂടുന്നില്ല. പുറമേ പകിട്ടില്ലാത്തതും വിലപിടിപ്പില്ലാത്തതും അനാകർഷകവുമായവയിൽ എണ്ണമറ്റ ഗുണങ്ങൾ കണ്ടെന്നു വരാം. ഒരു സാദൃശ്യത്തിലൂടെ മകൻ അവതരിപ്പിച്ച പാഠം ഉൾക്കൊണ്ടപ്പോൾ രാജാവ് വിനീതനായി. പിന്നീട് രാജകുമാരനെ ശിക്ഷിക്കുന്ന കാര്യം മിണ്ടിയിട്ടേയില്ല. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോക്ഷപ്രദേ മുക്ത ശശാങ്കചൂടേ മുക്തസ്മിതേ മോഹവിഭേദദക്ഷേ മുദ്രേശ്വരീ ചർച്ചിതരാജ്യതന്ത്രേ മുദ്രാപ്രിയേ ദേവി നമോ നമസ്തേ. ജനന മരണങ്ങളിൽ നിന്നും ലൗകിക ബന്ധങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് മോക്ഷം. മോക്ഷം നൽകുന്ന എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു. ശിവനെ പോലെ തന്നെ അമ്മയും ശിരസ്സിന് അലങ്കാരമായി ചന്ദ്രക്കല ധരിച്ചിട്ടുണ്ട്. ചന്ദ്രക്കല ധരിച്ചിട്ടുള്ള എൻ്റെ അമ്മയെ ഞാൻ അവിടുത്തെ നമസ്കരിക്കുന്നു. കാമദേവനെ ജയിച്ച ശ്രീ മഹാദേവനെ മോഹിപ്പിക്കുന്നതാണ് അമ്മയുടെ മന്ദസ്മിതം. എല്ലാ പ്രപഞ്ചങ്ങളെയും അത് മോഹിപ്പിക്കുന്നു. അതുകൊണ്ട് മനോഹരമായ മന്ദസ്മിതം കൊണ്ട് പ്രപഞ്ചത്തെ മോഹിപ്പിക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു. അമ്മയെ ആശ്രയിക്കുന്നവർക്ക് മോഹവും
അതുകൊണ്ട് ഉണ്ടാകുന്ന അവശതകളും ഉണ്ടാവുകയില്ല. മനസ്സിലുണ്ടാകുന്ന കാമത്തെ നശിപ്പിക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു. അമ്മ പ്രപഞ്ചത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് അമ്മയ്ക്ക് ചുറ്റുമുള്ള മുദ്രാദേവിമാരായി ചർച്ച ചെയ്തുകൊണ്ടാണ്. മുദ്രാദേവിമാരുമായി ചേർന്ന് പ്രപഞ്ചഭരണം നടത്തുന്ന എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു. ശ്രീചക്രത്തിലെ 9 ചക്രങ്ങളുടെ അധിഷ്ഠാന ദേവതകളായി 9 മുദ്രാദേവിമാരുണ്ട്. ശ്രീചക്രത്തെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന സർവത്രിഖണ്ഡ എന്ന മുദ്രാദേവിയെയും ചേർത്ത് 10 ദേവിമാരെ ദശമുദ്രകൾ എന്ന് പറയുന്നു. മുദ്രാപ്രിയയായ എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു. അമ്മയുടെ കണ്ണുകൾ അതിമനോഹരങ്ങളാണ്, സുന്ദരമായ കണ്ണുകളാണ്. ആ കണ്ണുകൾ കണ്ടിട്ട് വാഗ്ദേവതകൾ പറയുകയാണ് വാമനയന എന്ന്. ലളിതാ സഹസ്രനാമത്തിലെ 332 നാമമന്ത്രമാണ് വാമനയന. വാമങ്ങളായ എന്ന പദത്തിന് സുന്ദരങ്ങളായ എന്ന് അർത്ഥം. നയനങ്ങൾ കണ്ണുകൾ, സുന്ദരങ്ങളായ കണ്ണുകൾ ഉള്ളവൾ വാമനയന. വാമം നയതീതി എന്ന് ഈ നാമമന്ത്രത്തെ വിഗ്രഹിച്ചു കഴിയുമ്പോൾ വാമമാർഗത്തെ പ്രാപിക്കുന്നവൾ എന്നാവും അർത്ഥം വരിക. വാമം എന്നാൽ ഇടത്ത്. വാമാചാരം എന്ന ഒരു പൂജാ സമ്പ്രദായമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വാമമാർഗത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിലേക്ക് ഉപാസകനെ അഥവാ ഭക്തനെ നയിക്കുന്നവൾ എന്ന് അർത്ഥം വരും. കർമ്മജന്യഫലം വാമം എന്നും വ്യാഖ്യാനം കാണുന്നു. കർമ്മഫലങ്ങളിലേക്ക് നയിക്കുന്നവൾ, അതായത് കർമ്മത്തിന് ഫലം പ്രദാനം ചെയ്യുന്നവൾ എന്നും അർത്ഥം വരുന്നു. സുന്ദരങ്ങളായ കണ്ണുകൾ ഉള്ളവൾ സുന്ദരി. വാമാചാരന്മാരെ നയിക്കുന്നവൾ, കർമ്മത്തിന് ഫലം നൽകുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് വരുന്നത്. ഓം വാമനയനായൈ നമഃ. ഓം ഓം ഹ്രീം വാമനയനായൈ നമഃ. വാരുണീ മദവിഹ്വല എന്നതാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് സമ്മാനിക്കുന്ന മനോഹരമായ നാമമന്ത്രപുഷ്പം. ഈന്തപ്പഴത്തിൽ നിന്നും ഉണ്ടാക്കുന്ന മദ്യത്തിന് വാരുണി എന്ന് പേരുണ്ട്. ഈ പേര് വരാനുള്ള കാരണം വരുണന് ഏറ്റവും ഇഷ്ടപ്പെട്ട മദ്യം ഇതാണ് എന്നത് തന്നെ. വാരുണിയിൽ നിന്നും ഉണ്ടായ മദം കൊണ്ട് വിഹ്വലയായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥമുള്ളത്. ദേവീഭക്തനായ ഒരു മഹാമാന്ത്രികന്റെ കഥയിലേക്ക് ഇനി പ്രവേശിക്കാം. ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം അമ്മ നമുക്ക് ഈ കഥയിലൂടെ നൽകുന്നുണ്ട്. അത്യുത്തമനായ ദേവീഭക്തനും മഹാമാന്ത്രികനുമായിരുന്നു പുളിയാമ്പിള്ളി നമ്പൂതിരി. ദേവി എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. നഗ്നനേത്രങ്ങൾ കൊണ്ട് എപ്പോഴും അമ്മയെ കണ്ടുകൊണ്ടിരുന്ന അതിവിശിഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏത് ഒഴിയബാധയും നമ്പൂതിരി ഒഴിപ്പിക്കും. മന്ത്രവാദത്തിനായി പോകുന്ന അദ്ദേഹത്തോടൊപ്പം അമ്മയും കൂടെ പോകും. പക്ഷേ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും തന്നെ അമ്മയെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ മന്ത്രവാദം നടത്തി മടങ്ങുകയായിരുന്നു നമ്പൂതിരി. ഒപ്പം അമ്മയും. മുമ്പേ നടന്നത് ഭക്തൻ, പിൻപേ അമ്മയുമുണ്ട്. ഏറെ ദൂരം പിന്നിട്ട ശേഷം നമ്പൂതിരി തിരിഞ്ഞു നോക്കി. പക്ഷേ ദേവിയെ കണ്ടില്ല. എവിടെ പോയെന്ന് അന്വേഷിക്കുന്നതിനായി അദ്ദേഹം തിരിച്ചു നടന്നു. കുറേ ദൂരം പിന്നിട്ടു. ഒരു പറയ ജാതിയിൽപ്പെട്ട ഒരാൾ വീട്ടിൽ വാളും പീഠവും വച്ച് മദ്യമാംസാദികൾ നിവേദിച്ചുകൊണ്ട് സ്തോത്രങ്ങൾ ചൊല്ലി ദേവിയെ പൂജിക്കുന്നതും സന്തോഷത്തോടുകൂടി അമ്മ ആ പൂജകൾ ഏറ്റുവാങ്ങുന്നതും അദ്ദേഹം കണ്ടു. എന്നാൽ ദേവിയെ കാണാൻ ആ പൂജകന് കഴിഞ്ഞിരുന്നില്ല. പൂജയെല്ലാം തീരും വരെ നമ്പൂതിരി അവിടെ നിന്നു. എല്ലാം കഴിഞ്ഞു. ദേവി എണീറ്റ് നമ്പൂതിരിയുടെ അടുത്തേക്ക് ചെന്നു. മദ്യവും മാംസവുമൊക്കെയായിട്ടുള്ള പൂജ ദേവി സ്വീകരിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല.
അമ്മയോട് നമ്പൂതിരി അക്കാര്യം പറയുകയും ചെയ്തു. മന്ത്രതന്ത്രാദികൾ ഒന്നും അറിയാത്ത ഒരാളുടെ കുടിലേക്ക് ചെല്ലുക, മദ്യവും മാംസവും എല്ലാമുള്ള പൂജ സ്വീകരിക്കുക, നിവേദ്യം അനുഭവിക്കുക, ഇനി ഇത്തരം പൂജകൾക്കൊന്നും പോകരുതേ എന്ന് നമ്പൂതിരി അമ്മയോട് അപേക്ഷിച്ചു. എന്നാൽ നമ്പൂതിരിയുടെ വാക്കുകൾക്ക് ദേവി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ സ്വഭാവം ഇനിയും അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങേക്ക് ഭക്തിയും മനഃശുദ്ധിയും ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എൻ്റെ ഭക്തർ എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. ചണ്ടാല ബ്രാഹ്മണ വ്യത്യാസമൊന്നും തന്നെ എനിക്കില്ല. എനിക്ക് ഏറ്റവും പ്രധാനം ഭക്തിയാണ്, സ്നേഹമാണ്. മന്ത്രവും തന്ത്രവും പിന്നീടാണുള്ളത്. എൻ്റെ ഭക്തർ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാനാവില്ല. ഇനി ഞാൻ അങ്ങയുടെ കൂടെ വരുന്നില്ല. അങ്ങയ്ക്ക് മേലിൽ എന്നെ കാണുവാനും കഴിയില്ല. എന്നാൽ ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചാൽ അങ്ങ് വിചാരിക്കുന്നതെല്ലാം ഞാൻ സാധ്യമാക്കി നൽകുകയും ചെയ്യാം. ഇത്രയും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി. അമ്മയെ പിന്നീട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ദേവി അപ്രത്യക്ഷയായതിൽ പിന്നെ ഏറെ നാൾ നമ്പൂതിരി ജീവിച്ചിരുന്നതുമില്ല. അമ്മയോടുള്ള സ്നേഹവും അതുപോലെ അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അവിടെ ഭേദഭാവങ്ങൾക്ക് പ്രാധാന്യമില്ല. അത്തരം ഭേദഭാവങ്ങൾ ഉണ്ടായാൽ അവിടെ നിന്ന് ഈശ്വര ചൈതന്യം അകന്നു നിൽക്കുക തന്നെ ചെയ്യും. വാരുണീ മതവിഹ്വല എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം വാരുണി എന്ന മദ്യം സേവിച്ചതുകൊണ്ട് ഉണ്ടായ മതം കൊണ്ട് വിഹ്വലയായവൾ എന്നാണ്. ബാക്കി വസ്തുക്കൾ വിസ്മരിച്ചവൾ, ആത്മാനന്ദത്തിൽ മുഴുകിയവൾ എന്നിങ്ങനെയും അർത്ഥങ്ങളുണ്ട്. വരുണന്റെ മകളാണ് വാരുണി. വാരുണിയെ വിവാഹം ചെയ്തത് വാരുണീമൻ എന്ന് കൂടി പേരുള്ള അനന്തനാണ്. അനന്തൻ ഭൂമിയെ അനായാസം വഹിക്കുന്നതുപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ കേവലം കളിയായി നടത്തുന്നവളാണ് ദേവി. അതിൽ അമ്മയ്ക്ക് ഒട്ടും തന്നെ തളർച്ചയോ ബുദ്ധിമുട്ടോ ഇല്ല. വാരുണീമൻ എന്ന അനന്തനെ പോലെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നടത്തുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ മറ്റൊരർത്ഥം. യോഗശാസ്ത്രപ്രകാരം വാരുണി എന്നു പേരുള്ള ഒരു നാഡി ശരീരത്തിലുണ്ട്. അധശ്ചോർധ്വം സ്ഥിതാ നാഡി വാരുണി സർവഗാമിനി പൂഷാ ദിഗ്ദേവതാ പ്രോക്ത വാരുണി വായുദേവത എന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. ശരീരത്തിൻ്റെ അധോഭാഗത്തും മുകളിലും എല്ലാം വ്യാപിച്ചിരിക്കുന്നതാണ് വാരുണി എന്ന നാഡി. അത് വ്യാപിക്കുന്ന ദിക്കുകളിലെ ദേവത പൂഷാവാണ്. വാരുണി നാഡിയുടെ ദേവത വായുവുമാണ്. ഈ നാഡിയെ ജയിച്ച യോഗിയെ വാരുണീമാൻ എന്ന് പറയുന്നു. അമ്മയുടെ പ്രസാദം കൊണ്ടാണ് യോഗികൾക്ക് ഇത് സാധ്യമാകുന്നത്. വാരുണി നാഡിയെ കീഴടക്കി അവിഹ്വലയായി വിരാജിക്കുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു. ഓം വാരുണീമദവിഹ്വലായൈ നമഃ. ഓം ഓം ഹ്രീം വാരുണീമദവിഹ്വലായൈ നമഃ. വിശ്വത്തേക്കാൾ ഉത്കൃഷ്ടയായവൾ എന്ന് അർത്ഥം വരുന്ന വിശ്വാധിക എന്ന നാമമന്ത്രമാണ് വാഗ്ദേവതകൾ അടുത്തതായി നൽകുന്നത്. വിശ്വാധികോ രുദ്രോ മഹർഷി. വിശ്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവും അതിൻ്റെ വിഭൂതികളായ 36 തത്വങ്ങളുമാണ്. ഭൂമി മുതലായ ശിവതത്വങ്ങളെല്ലാം കടന്നിട്ടുള്ളവൾ, എല്ലാത്തിനും അതീതയായത് അമ്മയായതുകൊണ്ട് വിശ്വാധിക. മഹർഷിയായിട്ടുള്ള, അതായത് സർവജ്ഞാനിയായ ആ രുദ്രൻ പ്രപഞ്ചത്തിനും അതീതനാകുന്നു. ക്ഷിതി മുതൽ ശിവത്തിൽ അവസാനിക്കുന്ന തത്വങ്ങളെക്കാൾ ഉത്കൃഷ്ടയായവൾ, എല്ലാ തത്വങ്ങളെക്കാളും ശ്രേഷ്ഠയായിട്ടുള്ളവൾ, സർവതത്വസ്വരൂപിണി എന്നൊക്കെയാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത്.
ഓം വിശ്വാധികായൈ നമഃ. ഓം ഓം ഹ്രീം വിശ്വാധികായൈ നമഃ. ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന അതിമനോഹരമായ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രങ്ങളെക്കുറിച്ചാണ് വിവരിച്ചത്. ഈ മന്ത്രങ്ങൾ പനയോലയിലോ ചെമ്പോലയിലോ വെള്ളിത്തകിടിലോ എഴുതി സൂക്ഷിക്കുക. എല്ലാ ദോഷങ്ങളും അതുകൊണ്ട് മാറിക്കിട്ടുന്നതാണ്. ദോഷങ്ങൾ മാറുന്നതിന് പൂജാമുറിയിൽ 21 പ്രാവശ്യം ഈ മന്ത്രങ്ങൾ എഴുതി സൂക്ഷിക്കാം. ശ്രീചക്രം പോലെ ഫലം നൽകുന്ന മന്ത്രങ്ങൾ തന്നെയാണ് ഇവ. ഈ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ച ശേഷം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശുഭമാകും. എത്ര വലിയ കഷ്ടകാലമുണ്ടെങ്കിലും അവയ്ക്ക് ശമനം ഉണ്ടാകുന്നതിന് ഈ മന്ത്രങ്ങൾ ധാരാളം മതി. ആദിപരാശക്തിയായ മഹാദേവി എല്ലാ ദുഃഖങ്ങളും അകറ്റി സർവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.